കുവൈത്തിൽ വന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിന് മുകളിലായി. ഒരു 2 മാസമായിട്ട് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, ഡെയിലി കാണുന്ന ഒരു വ്യക്തി. ഞാൻ ആളുമായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. 2 മാസമായിട്ട് ഇങ്ങനെ കണ്ടതിന് ശേഷം ആളെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് എഴുതി വെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. 3 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം ആളത് കംപ്ലീറ്റ്ലി മായ്ച്ചു കളഞ്ഞു. അതായത് ഞാൻ 2 മാസമായിട്ട് ആളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടിൽ ആൾ ഏകദേശം ഒരു 41 ഏജൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ 51 ഉണ്ട് ആൾക്ക് ഏജ്. കുവൈറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 31 വർഷമായി. അതായത് എൻ്റെ വയസ്സിനേക്കാൾ കൂടുതൽ ആൾ എക്സ്പീരിയൻസ് ഉണ്ട് കുവൈത്തിൽ. ആൾ ഇന്ത്യക്കാരനാണ്. ഞാൻ ആളെക്കുറിച്ച് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ, ആൾ കാണുമ്പം നല്ല ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, നല്ല സ്റ്റൈലുള്ള ഒരു വ്യക്തിയാണ്, ആൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്, ആൾ ഒരുപാട് ബ്രാൻഡഡ് ഷൂസിൻ്റെ കളക്ഷൻസുള്ള ഒരു വ്യക്തിയാണ്. ആളോട് സംസാരിച്ച സമയത്ത് 25 എബോ ഷൂ കളക്ഷൻസ് ആളുടെ കയ്യിലുണ്ട്, ബ്രാൻഡഡ് സ്പോർട്സ് ബൈക്കിൻ്റെ കളക്ഷൻസ് ആളുടെ കയ്യിലുണ്ട്. ഞാൻ ആളുടെ ലൈഫിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു, ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 3 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം ആളെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ, ആൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. 2nd ഫ്ലോറിൽ നിന്ന് താഴേക്ക് വീണിട്ട് ആൾക്ക് ഒരുപാട് പരിക്ക് പറ്റി. തോളിലും അരയിലും കാലിലൊക്കെ സ്റ്റീൽ ഇട്ടിട്ട്, അതായത് ടൈറ്റാനിയം ഇട്ടിട്ടാണ് ആൾ ഇന്ന് നടക്കുന്നത്. ആൾക്ക് ഇന്ന് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. 2 മാസമായിട്ട് നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഞാൻ 3 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. നേരിട്ട് കാണുന്ന ഒരാളുടെ ലൈഫിനെ പോലും നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് പോലും തെറ്റാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ 1 മിനിറ്റും 2 മിനിറ്റും കാണുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും അല്ല എന്ന് കാണുന്ന ആൾക്കാർ, അങ്ങനെ ചെയ്യുന്ന നമ്മൾ എത്ര വിഡ്ഢികളാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ.